നമസ്കാരം. മ്യാൻമാറിൽ 2021 സൈനിക അട്ടിമറിക്ക് ശേഷം അവിടെ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ വ്യാപകമായി അധോലോക സംഘങ്ങൾ തഴച്ച് വളരുന്നതായി പരാതി ഉയർന്നിരുന്നു. അവിടുത്തെ ഭരണകൂടം ഇക്കാര്യത്തിൽ കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നായിരുന്നു പല രാജ്യങ്ങളും ആരോപണം ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മ്യാൻമാറിന് സൈനിക സഹായം നൽകുന്ന ചൈന ഇക്കാര്യത്തിൽ കർശനമായി ഇടപെട്ടിരിക്കുകയാണ്. അവരുടെ നിർദ്ദേശമനുസരിച്ച് ഇപ്പോൾ അവരുടെ നിർദ്ദേശമനുസരിച്ച് മ്യാൻമാർ സൈന്യം ഇപ്പോൾ അതിർത്തിയിൽ വ്യാപകമായ തോതിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം തായ്ലൻഡ് അതിർത്തിയോട് ചേർന്നുള്ള ഒരു മേഖലയിൽ ഈ അധോലോക സംഘങ്ങൾ നടത്തിയ ചൂതാട്ട കേന്ദ്രങ്ങളും ഓൺലൈൻ തട്ടിപ്പ് കേന്ദ്രങ്ങളും ഒക്കെ തന്നെ റെയ്ഡ് ചെയ്തിരുന്നു. 350ഓളം പേരെയാണ് സൈന്യം ഇവിടെ നിന്ന് പിടികൂടിയത്. ഇത്തരത്തിലുള്ള അധോലോക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടികൾ സൈന്യം സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ റെയ്ഡിൽ അറസ്റ്റ് ചെയ്തതിൽ പലരും ഈ രാജ്യത്തുള്ളവരല്ല എന്നുള്ളതാണ്. പല രാജ്യങ്ങളിൽ നിന്നും മനുഷ്യക്കടത്ത് നടത്തി ആളുകളെ ഇവിടെ എത്തിക്കുകയും ഇത്തരം ചൂതാട്ട കേന്ദ്രങ്ങളിലും ഓൺലൈൻ തട്ടിപ്പ് കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ ജോലി ചെയ്യിക്കുന്നതുമാണ് ഇവിടുത്തെ സ്ഥിരം ഏർപ്പാട്. ഇവിടെയുള്ള വിമത തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ ഇവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടി ബലത്തിലാണ് ഇവർ ഇത്തരത്തിലുള്ള അധോലോക പ്രവർത്തനങ്ങൾ വ്യാപകമായി നടത്തിയിരുന്നത്. പല രാജ്യങ്ങളിലും നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകൾക്ക് പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയ തട്ടിപ്പ് സംഘങ്ങളാണ് എന്നാണ് കരുതപ്പെടുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്, ഇത് സംബന്ധിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സൈന്യം ഈ ഭാഗത്തൊക്കെ തന്നെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 346 പേരാണ് അറസ്റ്റിലായതെന്നാണ് പറയപ്പെടുന്നത്. ഇവരിൽ നിന്ന് ഏതാണ്ട് 10,000-ഓളം മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ഇവർ നടത്തുന്ന തട്ടിപ്പിൻ്റെ ആ ഒരു ശക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പ്രധാനമായും ചില അധോലോക സംഘങ്ങളാണ് ഇതിനെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത്. ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു. ചൈനീസ് കംബോഡിയൻ റാക്കറ്റ് ഉടമ എന്നറിയപ്പെടുന്ന ഷി ഷിജിയാങ്ങിൻ്റെ സ്ഥാപനമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇയാളെ 2022 തന്നെ സൈന്യം പിടികൂടിയിരുന്നു. ഇയാളെ വളരെ കാലം തടവിൽ വെച്ചിരുന്നു. പിന്നീട് ഇയാളെ ചൈനയിലേക്ക് അയക്കുകയായിരുന്നു. ചൈനയിലേക്ക് അയച്ചതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ചൈനയിൽ നടന്ന നിരവധി തട്ടിപ്പ് കേസുകളിൽ ഇയാൾ പ്രതിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇയാളെ ചൈനയിലേക്ക് നാട് കടത്തിയത്. മ്യാൻമാറും ചൈനയുമായുള്ള ഇപ്പോഴത്തെ മികച്ച ബന്ധമനുസരിച്ച് ഇയാൾക്ക് അവിടെ ശിക്ഷാ നടപടി നേരിടേണ്ടി വരും എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഇയാൾ ജയിലിലാണെങ്കിൽ പോലും ജിയാങ്ങിൻ്റെ അനുയായികൾ വ്യാപകമായ തോതിൽ ഇപ്പോഴും അവിടെ ഈ ഓൺലൈൻ തട്ടിപ്പുകളും ചൂതാട്ട കേന്ദ്രങ്ങളും ഒക്കെ നടത്തി കോടികൾ സമ്പാദിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. യഥായി എന്നൊരു സ്ഥാപനം ഇയാൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. ഇതിന് ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ നേരത്തെ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാളൊരു വൻകിട വ്യവസായിയാണ്. അതേസമയം എല്ലാവിധ തട്ടിപ്പുകൾക്കും നേതൃത്വം നൽകുന്നതും ഇതേ വ്യക്തി തന്നെയാണ്. മ്യാൻമാർ തായ്ലൻഡുമായി അതിർത്തി പങ്കിടുന്ന KK പാർക്കിൽ കുറേ നാൾ മുമ്പ് നടത്തിയ റെയ്ഡിലും 100 കണക്കിന് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ സൈന്യം പിടികൂടിയിരുന്നു. മ്യാൻമാറിൽ സൈനിക അട്ടിമറിയെ തുടർന്ന് ആഭ്യന്തര കലാപം രൂക്ഷമായിരുന്നു. ഈ ഒരു അവസരം മുതലെടുത്താണ് ഈ അധോലോക സംഘങ്ങളെല്ലാം തന്നെ അവിടെ തഴച്ച് വളരുന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഏതായാലും ഇനിയുള്ള നാളുകൾ ഇവരെ പൂർണ്ണമായും അമർച്ച ചെയ്യാൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുക തന്നെയാണ് മ്യാൻമാർ സൈന്യം. ഇതിന് ചൈനയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മ്യാൻമാർ മുന്നോട്ടുള്ള യാത്രയിലൊക്കെ തന്നെ ചൈന അവർക്കൊപ്പമുണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഈ അധോലോക സംഘങ്ങളെ ഒതുക്കാനുള്ള ശ്രമവും മ്യാൻമാർ ആരംഭിച്ചിരിക്കുന്നത്. മ്യാൻമാർ എന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ പോലും തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള ഈ ഓൺലൈൻ തട്ടിപ്പ് കേന്ദ്രങ്ങളും ചൂതാട്ട കേന്ദ്രങ്ങളും ഒക്കെ തന്നെ പ്രവർത്തിച്ചിരുന്നത്. ഇത്തരം കമ്പനികളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് കംബോഡിയയിലും മറ്റുമുള്ള ചില മ്യാൻമാർ സ്ഥാപനങ്ങളെ അമേരിക്ക നേരത്തെ തന്നെ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും മ്യാൻമാറിലെ ക്രമസമാധാന നില മെച്ചപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ചൈന നിർദ്ദേശാനുസരണം ഇപ്പോൾ മ്യാൻമാർ സൈന്യം രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നത്.